ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നോ ചാനൽ. ചില ഹോം തിയേറ്ററിൽ ആക്റ്റീവ് സബ്വൂഫർ കണക്ടിവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആക്റ്റീവ് സബ്വൂഫർ താരതമ്യേന കോസ്റ്റ്ലിയാണ്. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ പാസീവ് സബ്വൂഫർ ഉണ്ടായിരിക്കാം. ആക്റ്റീവ് ആൻഡ് പാസീവ് രണ്ടിൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവേർഡ് ആയിരിക്കും, പവേർഡ് സബ്വൂഫറാണ്. അതിൽ ഇൻബിൽട്ടായിട്ട് ബോർഡ് ഉണ്ടായിരിക്കുന്നതാണ്. ഹോം തിയേറ്റർ യൂണിറ്റിലെ ആംപ്ലിഫൈഡ് സബ്വൂഫർ ഔട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് പാസീവ് സബ്വൂഫറിലേക്കാണ്. അവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ബോർഡിൻ്റെ ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് കണക്ടിവിറ്റിയാണ്. നമ്മുടെ കയ്യിലുള്ള പാസീവ് സബ്വൂഫറിനെ ആക്റ്റീവ് സബ്വൂഫറാക്കി കൺവേർട്ട് ചെയ്യാനായി ചില ബോർഡുകൾ വഴി സാധ്യമാവുന്നതാണ്. അത് ഓൺലൈൻ മാർക്കറ്റിലും മറ്റ് ലോക്കൽ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ബോർഡ്സ് അവൈലബിൾ ആണ്. ഗെയിനും ഫ്രീക്വൻസിയും എല്ലാം സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ബോർഡും അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് ഒരു പാസീവ് സബ്വൂഫറിനെ ആക്റ്റീവ് സബ്വൂഫറാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ്. എൻ്റെ കയ്യിലുള്ളത് 100 വാട്ട്സിൻ്റെ പയനിയർ പാസീവ് സബ്വൂഫറാണ്. ഓൺലൈനായി വാങ്ങിയ ഒരു സബ്വൂഫർ ബോർഡ് എൻ്റെ കയ്യിലുണ്ട്. ആ ബോർഡിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നോബ്, അതിൻ്റെ പുറകുവശത്ത് സബ്വൂഫർ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ട്, പവർ പ്ലഗ് ചെയ്യുന്നതിനായിട്ടുള്ളൊരു പോർട്ട്, അതിനുശേഷം സബ്വൂഫർ ഔട്ട് ആംപ്ലിഫൈ ചെയ്തതിന് ശേഷമുള്ള സബ്വൂഫർ ഔട്ട് സബ്വൂഫറിലേക്ക് കണക്ട് ചെയ്യുന്നതിനായിട്ടുള്ള പോർട്ട്. ഇവിടെ ഞാനത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിൻ്റെ പവർ ഇൻപുട്ടിലേക്ക് 8 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ ഉള്ള കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 19 വോൾട്ട് 6 ആമ്പിൽ വരുന്ന ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജർ അഡാപ്റ്ററാണ്. ആ പവർ അഡാപ്റ്റർ ഇതിലേക്ക് പ്ലഗ് ചെയ്യാം. പവർ അഡാപ്റ്റർ ഓൺ ചെയ്തു. ഇനി നമ്മുടെ ബോർഡിലേക്കുള്ള പവർ ഓൺ ആവണമെങ്കിൽ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നതാണ്. യൂഷ്വലി ഈ ബോർഡിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്റ്റീരിയോ കണക്ടിവിറ്റി കൊടുത്ത് അതിൽ നിന്നും LFE ചാനലായി കൺവേർട്ട് ചെയ്യുക, ഓർ അതർവൈസ് ബേസ് സൗണ്ട് ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. ഇതിനവസാനമായി നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായ കേബിളാണ്. ഈ ബോർഡിൽ 3.5 mm ഓഡിയോ ഇൻപുട്ട് പോർട്ടാണുള്ളത്. സ്റ്റീരിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണക്ട് ചെയ്യാനാണെങ്കിൽ ഇത്തരത്തിലുള്ള കേബിൾ RCA കേബിളാണ് വേണ്ടത്. റെഡ് ആൻഡ് വൈറ്റ് 2 RCA കേബിൾസ്. അതല്ല സബ്വൂഫർ ഡയറക്റ്റ് 1 ലൈൻ സബ്വൂഫറാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഒരൊറ്റ RCA കേബിൾ മതിയാവും. പക്ഷേ ഇത്തരത്തിലുള്ള കേബിളിന് ഇതുപോലൊരു കൺവേർട്ടർ പിന്നിൻ്റെ ആവശ്യം വരും. ഇനി ഈ 3.5 mm പിൻ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ 3.5 mm പിൻ ടു 2 RCA കേബിൾ, ഈ കാണുന്നത് പോലെയുള്ള കേബിൾ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ബെറ്റർ. സിംഗിൾ ലൈൻ സബ്വൂഫറാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ മോണോറൽ പിന്നായിരിക്കും നല്ലത്. ഇൻസ്റ്റെഡ് ഓഫ് 3.5 mm സ്റ്റീരിയോ പിന്നിന് പകരം മോണോറൽ പിൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതല്ല എങ്കിൽ ഹമ്മിങ് സൗണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ആംപ്ലിഫയറിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 2 പിന്ന് ഒന്ന് ലെഫ്റ്റിലും മറ്റത് റൈറ്റിലും കണക്ട് ചെയ്യുക. ഇവിടെ ഈ ബോർഡ് ഞാൻ എൻ്റെ AVRലാണ് കണക്ട് ചെയ്യുന്നത്. AVRലെ സിംഗിൾ ലൈൻ സബ്വൂഫർ ഔട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3.5 mm ബോർഡിലേക്ക് കണക്ട് ചെയ്തു. മറ്റേ സൈഡിലുള്ള
ഒരു പിന്ന് എൻ്റെ സബ്വൂഫർ ഔട്ടിലേക്കായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് എൻ്റെ സബ്വൂഫർ ഔട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു പിന്ന് ഞാൻ അവിടെ കണക്ട് ചെയ്യാണ്. ഇപ്പോൾ സബ്വൂഫർ ഔട്ടിലേക്ക് ഞാൻ ആ പിന്ന് അവിടെ കണക്ട് ചെയ്തു. AVR ഓൺ ചെയ്തു. ഇനി അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഈ ബോർഡിൻ്റെ പർച്ചേസ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. വീണ്ടും വേറൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.